ആരെങ്കിലും നമ്മളെക്കുറിച്ച് മോശം പറഞ്ഞു നടക്കുന്നു എന്നറിയുമ്പോൾ മനസ്സിന് വിഷമവും ദേഷ്യവും വരുന്നത് തികച്ചും സ്വാഭാവികമാണ്. എന്നാൽ അതിനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ് നമ്മളുടെ വ്യക്തിത്വവും മാനസിക കരുത്തുമിരിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളെ സമാധാനത്തോടെയും ബുദ്ധിപരമായും നേരിടാൻ സഹായിക്കുന്ന ചില നല്ല ചിന്തകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വെൽക്കം ടു ലൈഫ് ടൈം എഫർമേഷൻസ് മലയാളം. നമ്മളെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നവർ പലപ്പോഴും ലക്ഷ്യമിടുന്നത് നമ്മുടെ ദേഷ്യവും പ്രതികരണവുമാണ്. നമ്മളതിനെ പൂർണ്ണമായി അവഗണിക്കുമ്പോൾ അവരുടെ ആ ശ്രമം പരാജയപ്പെടുന്നു. എല്ലാറ്റിനും മറുപടി കൊടുക്കാൻ പോയാൽ നമ്മുടെ സമയവും മനസമാധാനവും മാത്രമേ നഷ്ടപ്പെടൂ. ചെളിയിൽ കിടക്കുന്നവന്റെ മേലേക്ക് കല്ലെറിഞ്ഞാൽ നമ്മുടെ ദേഹത്താണ് ചെളി തെറിക്കുക എന്നോർക്കുക. നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ സ്വഭാവം എന്താണെന്നും നിങ്ങൾക്കും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്കും നന്നായി അറിയാം. ആരെങ്കിലും എന്തെങ്കിലും നിങ്ങളെക്കുറിച്ച് പറഞ്ഞു നടക്കുന്നതറിഞ്ഞ് എല്ലാവരുടെയും മുൻപിൽ ചെന്ന് ഞാൻ അങ്ങനെയല്ല എന്ന് ബോധ്യപ്പെടുത്താൻ നിൽക്കേണ്ടതില്ല. കാരണം നിങ്ങളെ മനസ്സിലാക്കാത്തവർക്ക് മുന്നിൽ നൽകുന്ന വിശദീകരണങ്ങൾ വെറും സമയനഷ്ടം മാത്രമാണ്. കാര്യമറിഞ്ഞയുടനെ ദേഷ്യപ്പെട്ട് ചെന്ന് വഴക്കിടുന്നത് ശരിയല്ല. പകരം സ്വയം ശാന്തമാകുന്നതിനുള്ള സമയം നമ്മുടെ മനസ്സിന് കൊടുക്കുക. എന്നിട്ട് സമാധാനത്തോടെ ചിന്തിച്ചു മാത്രം ഇതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്ന് തീരുമാനിക്കുക. നമ്മുടെ നിയന്ത്രണം മറ്റൊരാളുടെ കൈകളിൽ കൊടുക്കരുത്. അങ്ങനെ ചെയ്താൽ അവർ നിങ്ങളെ വേദനിപ്പിക്കുന്നതിൽ വിജയിക്കുകയും ഇനിയും ഇത് തുടരുകയും ചെയ്യും. നിങ്ങളെ തളർത്താൻ ശ്രമിക്കുന്നവർക്കുള്ള ഏറ്റവും നല്ല മറുപടി നിങ്ങളുടെ വിജയവും സന്തോഷവുമാണ്. അവർ നിങ്ങളെക്കുറിച്ച് മോശം പറയുമ്പോഴും നിങ്ങൾ കൂടുതൽ കരുത്തോടെ മുന്നോട്ടു പോവുകയും ജീവിതത്തിൽ വിജയിക്കുകയും ചെയ്യുമ്പോൾ അതിനേക്കാൾ വലിയൊരു തിരിച്ചടി അവർക്ക് നൽകാനില്ല. മറ്റുള്ളവരെക്കുറിച്ച് അപവാദം പറഞ്ഞു നടക്കുന്നവർ ഉള്ളിൽ വലിയ അസൂയയോ നിരാശയോ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൽ സന്തോഷമില്ലായ്മയോ അനുഭവിക്കുന്നവരായിരിക്കും. സ്വന്തം ജീവിതം ശൂന്യമായി തോന്നുമ്പോഴാണ് ആളുകൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കി കുറ്റം കണ്ടുപിടിക്കുന്നത്. ഇതാലോചിക്കുമ്പോൾ അവരോട് ദേഷ്യത്തിന് പകരം സഹതാപം മാത്രമായിരിക്കും നമുക്കുണ്ടാവുക. ഏതൊരു പ്രശ്നമുണ്ടായാലും അതിന് പരിഹാരമാർഗങ്ങളും ഉണ്ടാകും. ഈ സാഹചര്യത്തെ ബുദ്ധിപരമായി നേരിടാൻ സഹായിക്കുന്ന 5 വഴികൾ ഇവയൊക്കെയാണ്. അതിനെ പൂർണ്ണമായും അവഗണിക്കുക എന്നതാണ് ആദ്യത്തെ വഴി. ഞാൻ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ടേയില്ല എന്ന മട്ടിൽ മുന്നോട്ടു പോവുക. കാരണം ഇതിന്റെ പുറകെ നടന്ന് നമ്മുടെ വിലപ്പെട്ട സമയം പാഴാക്കി കളയേണ്ടതില്ല. നമ്മെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്കു വേണ്ടിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ശ്രദ്ധ മുഴുവൻ നമ്മുടെ വളർച്ചയിലായിരിക്കുമ്പോൾ ഇത്തരം നെഗറ്റീവ് കാര്യങ്ങളുടെ പുറകെ പോകാൻ നമുക്ക് സമയമുണ്ടാകില്ല. എന്നാൽ ചിലർക്ക് ഇത്തരം കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിൽ നിന്ന് കളയാനോ ക്ഷമിക്കാനോ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും ചെയ്യാൻ പറ്റിയതാണ് ഈ രണ്ടാമത്തെ മാർഗം. വളരെ സമാധാനപരമായി ആ വ്യക്തിയോട് നേരിട്ട് നിങ്ങൾ എന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതായി അറിഞ്ഞു, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുക. വിശ്വസിക്കൂ, ഇതൊരു ബെസ്റ്റ് സൊല്യൂഷനാണ്. നേരിട്ടുള്ള ഈ ചോദ്യം ഭൂരിഭാഗം ആളുകളും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്നായതുകൊണ്ട് അവർ ഭയപ്പെടും. ഇനി മുന്നോട്ടും ഇവരെപ്പറ്റി എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ ഇവർ നേരിട്ട് ചോദിക്കാൻ വരും എന്നൊരു കൃത്യമായ ബോധ്യം അവരുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ ഈ ഒരൊറ്റ ചോദ്യം കൊണ്ട് സാധിക്കും. നമ്മൾ തികച്ചും സമാധാനത്തോടെയും പക്വതയോടെയും സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ആ വ്യക്തിയുമായി ഒരു വഴക്കുണ്ടാവുകയുമില്ല. സ്വസ്ഥമായ ജീവിതത്തിന് നിയമത്തിന്റെ വഴി തേടുക എന്നതാണ് അടുത്ത മാർഗം. ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ നിങ്ങളെയോ നിങ്ങളുടെ കുടുംബത്തെയോ മോശമായി ബാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ചെന്ന് വഴക്കിടാനോ ദേഷ്യപ്പെടാനോ നിൽക്കേണ്ടതില്ല. അതിനെ നിയമപരമായി തന്നെ നേരിടുക. ആരെയും പേടിച്ചോ ദുഃഖിച്ചോ ജീവിക്കേണ്ട കാര്യം നമുക്കില്ല.
നിയമത്തിന്റെ വഴിയിലൂടെ പോകുമ്പോൾ നമുക്ക് സമാധാനത്തോടെ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും. ചില മനുഷ്യർ ഒരിക്കലും മാറാൻ സാധ്യതയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് അവരിൽ നിന്നും പൂർണ്ണമായും അകന്നു നിൽക്കുക എന്നതാണ് നാലാമത്തെ വഴി. നമ്മുടെ മനസ്സിന്റെ സമാധാനവും പോസിറ്റീവ് എനർജിയും നിലനിർത്താൻ ഇത്തരം വ്യക്തികളെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ദൂരത്തു നിർത്തുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അവരിൽ നിന്ന് അകലുക എന്ന് പറഞ്ഞാൽ പിന്നീട് അവരെക്കുറിച്ച് അറിയാനോ അന്വേഷിക്കാനോ നമ്മൾ ശ്രമിക്കരുത്. അവരെക്കുറിച്ചുള്ള ചർച്ചകളിൽ നിന്നെല്ലാം പൂർണ്ണമായി മാറി നിൽക്കുക. ഇതാണ് നമ്മുടെ മനസ്സിന്റെ സമാധാനത്തിന് നല്ലത്. അവസാനമായി ഇതിനെ തികച്ചും പോസിറ്റീവായ ഒരു കാഴ്ചപ്പാടോടെ സമീപിക്കുക എന്നതാണ് അഞ്ചാമത്തെ വഴി. ആളുകൾ നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള സത്യമുണ്ടോ എന്ന് നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തുക. നമ്മുടെ ആ സ്വഭാവം കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ നമുക്കോ നമ്മുടെ കുടുംബത്തിനോ സമൂഹത്തിനോ എന്തെങ്കിലും ദോഷം ഉണ്ടാകുന്നുണ്ടോ എന്ന് ആത്മപരിശോധന നടത്താം. നമ്മളിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് സ്വയം അംഗീകരിക്കാനും തിരുത്താനും നമ്മൾ തയ്യാറാകുന്നത് നമ്മുടെ വ്യക്തിത്വത്തെ കൂടുതൽ മനോഹരമാക്കുകയാവും ചെയ്യുക. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലുള്ള പല സാഹചര്യങ്ങളും ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഒരുപാടുണ്ടായേക്കാം. അപ്പോഴൊക്കെയും നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകാതിരിക്കാൻ യോഗയോ മെഡിറ്റേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബ്രീത്തിംഗ് എക്സസൈസുകളോ ദിവസവും ശീലമാക്കുക. പല കാര്യങ്ങളെയും ഉൾക്കൊള്ളാനും സാഹചര്യങ്ങളെ അംഗീകരിക്കാനും അനാവശ്യ ചിന്തകളെ നിസ്സാരവൽക്കരിക്കാനും ഇത് നമ്മെ ഏറെ സഹായിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ പങ്കുവെച്ച് 4-7-8 ബ്രീത്തിംഗ് ടെക്നിക് മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വളരെ മികച്ചൊരു മാർഗമാണ്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അത് ദിവസവും പ്രാക്ടീസ് ചെയ്തു നോക്കൂ. നല്ല കുറേ മാറ്റങ്ങൾ നിങ്ങളുടെ ചിന്തകളിൽ വരുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഇതുപോലൊരു സാഹചര്യമുണ്ടായാൽ നമ്മൾ ഇന്ന് സംസാരിച്ചതിൽ ഏത് വഴിയായിരിക്കും നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഒരു മികച്ച വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും ആത്മാർത്ഥമായ നന്ദി.